നമുക്കിപ്പം നേരത്തെ പറഞ്ഞില്ല അങ്ങാടി എന്നൊക്കെ പറഞ്ഞ പടത്തെ കുറിച്ച് പറയുമ്പം, അല്ലെങ്കിൽ ആദ്യം അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ പടം വരുമ്പം നീയാണ് ഹീറോ എന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയുന്ന ആളാണല്ലോ രവികുമാർ സാർ. അദ്ദേഹം ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശശി എന്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു അദ്ദേഹം. ഞാൻ ആദ്യ പടം ചെയ്തത് വി ശശിയുടെ അയൽക്കാരി എന്ന് പറഞ്ഞാണ് 1976-77 ഹൈദരാബാദ്. അത് കഴിഞ്ഞിട്ട് 40 പടങ്ങൾ ചെയ്തിട്ടുണ്ട് വി ശശിയുടെ പടം. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് രവികുമാർ എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് മലയാളത്തിൽ തന്നത് അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ പടം എനിക്കൊരു നല്ല ക്യാരക്ടർ തന്ന് മലയാള സിനിമയിൽ ഒരു നല്ല എൻട്രി. അതിനു മുമ്പ് ഞാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരു അംഗീകാരം കിട്ടിയത്, ഒരു ഹീറോ എന്ന് പറഞ്ഞ ഒരു അംഗീകാരം കിട്ടിയത് അവളുടെ രാവുകൾ. ആ പടത്തിൽ കൂടിയായിരുന്നു സീമ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജോലിയിലും അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ആരുമില്ല. അത് പ്രേം നസീർ ആയാലും ശരി, ആരായാലും ശരി, അങ്ങേരെ വിചാരിക്കുന്ന ആ എഫക്റ്റ് സീനിൽ വന്നേ ഒക്കൂ. പിന്നെ അദ്ദേഹം ഒരു ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് അങ്ങേര് വെക്കുന്ന ഫ്രെയിംസ് മുഴുവൻ ഒരു 20 ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ഒരു സീനിൽ ഒരു ഷോട്ടിൽ അങ്ങേര് വെക്കുന്ന ഫ്രെയിംസ് അത് വന്നിട്ട് ഒരു ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് കറക്റ്റായിട്ട് ആർട്ടിസ്റ്റിന് പൊസിഷൻ കൊടുത്ത് ആ ഫ്രെയിം ഭംഗിയാക്കും. ഞങ്ങൾ ആത്മസുഹൃത്തുക്കൾ വെളിയിലാവുമ്പോൾ വാടാ പോടാന്ന് തോന്നും, പക്ഷേ സെറ്റിൽ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ശശി സാറിനാ വിളിക്കുള്ളൂ. ആ റെസ്പെക്ട് ആ അങ്ങേരുടെ ആ പൊസിഷന് കൊടുത്തിട്ടുണ്ട്. മരിക്കുന്നവരേക്കും ഞങ്ങൾ വളരെ നല്ല സൗഹൃദത്തോടെയായിരുന്നത്. പക്ഷെ ഇന്ന് എൻ്റെ ആ സ്നേഹിതൻ ഇല്ലാതായിപ്പോയത് എനിക്ക് വലിയ ദുഃഖമുണ്ട്. ആ എന്നുള്ള അക്ഷരത്തിനോടുള്ള എന്തോ വിശ്വാസമോ പ്രണയമോ അല്ലെങ്കിൽ യാദൃശ്ചികമോ ഈ രണ്ടില് ആ വെച്ച് മാത്രം അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട്. അനുഭവം, അയൽക്കാരി, അഭിനന്ദനം, അകലെ ആകാശം, അഞ്ജലി, അംഗീകാരം, അഭിനിവേശം, ആനന്ദം പരമാനന്ദം, അവളുടെ രാവുകൾ, അനുമോദനം, അക്ഷരങ്ങള്, അങ്ങാടി, ആൾക്കൂട്ടത്തിൽ എത്ര പടങ്ങളാണെന്നറിയാം. അതുകൊണ്ട് മക്കൾക്കും അനു അനി അനുബന്ധം ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് ഈ ഇത് ചോദിച്ചിട്ടുണ്ടോ സീമ ചേച്ചി? എപ്പോഴും യാദൃശ്യമായിട്ട് വന്നതാണ്? അങ്ങനെയൊന്നും ഡീപ്പായിട്ടൊന്നും സംസാരിക്കാറില്ല. സിനിമയെ കുറിച്ച് വീട്ടിലും സംസാരിക്കൂല ചേച്ചേട്ടെ. പിന്നെ ഈ രണ്ടാം ഭാഗം വന്നതിന്റെ ഒരു അത്ഭുതമുണ്ട്. ഇപ്പം ബൽറാം വേഴ്സസ് താരാദാസ് ക്യാരക്ടർ 2 വന്നു, രണ്ടാം ഭാഗം അദ്ദേഹം തന്നെ ചെയ്തത് വന്നു. ദേവാസുരത്തിന്റെ 2 ഭാഗം രഞ്ജിത്ത് സാറ് ചെയ്തിട്ട് രാവണപ്രഭു എന്ന് പറയുന്ന പടം വന്നു. സിനിമകൾക്ക് ഒരു 2 ഭാഗം അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുന്ന രീതിയിൽ അന്നേ എടുത്തു വെക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതും അതിലെ കഥാപാത്രങ്ങളും എല്ലാം ഇത്രമേൽ ആൾക്കാർ ഓർത്തിരിക്കുക. അല്ലാതെ 2ാം ഭാഗത്തിന് പ്രസക്തിയില്ലോ. ഈ നാട് ഇനിയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ, ഇത് 3ഉം ഒരു കോൺടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ പടം. ഈ നാടിൻ്റെ അതേ സബ്ജക്റ്റിനെ എടുത്തിട്ട് അതേപോലത്തെ ഒരു കോൺടെസ്റ്റ് എടുത്തിട്ടാണ് ഇനിയെങ്കിലും എന്നുള്ളൊരു സാധനത്തെ കൊണ്ടുവന്നത്. അതിനുശേഷം അതേ കാര്യത്തിനെ തന്നെ പറയുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ. ഇത് 3നും ഒരു സംഭവം. ഈ നാട് ഇന്നലെ വരെ എന്നും പറഞ്ഞിട്ട് അതിന്റെ തുടർച്ച പിന്നെ ഇനിയൊന്നുണ്ട്. ഈ നിങ്ങൾ നല്ലോണം വാച്ച് ചെയ്താല് ഒരു പാട്ടുണ്ടെങ്കിൽ ഒരു സോങ് ഉണ്ടാവും. ഇപ്പം അനുബന്ധത്തിലൊക്കെ ഒരു സോങ് ഉണ്ടെങ്കിൽ തന്നീ ആ സോങ് അത് വേറെ പടത്തില് റീ റെക്കോർഡിംഗ് ആയിരിക്കും. റീ റെക്കോർഡിംഗ് ആണ് സോങ് ആക്കുന്നത് ശശിയേട്ടൻ. അപ്പൊ നമുക്ക് എവിടെയോ കേട്ട പോലെ റീ റെക്കോർഡിംഗ് എപ്പോഴും മിക്കവാറും ഇത് ശ്യാം സാർ പറയും. റീ റെക്കോർഡിംഗ് ചേട്ടാ അത് നമ്മള് അതിൽ ചെയ്തില്ലേ റീ റെക്കോർഡിംഗ്, അത് സോങ് ആക്കി എങ്ങനെ ഉണ്ടാവും? പുള്ളിയാണ് അത് അങ്ങനെ മാറ്റിയെടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇത്രയും പടം ചെയ്യാൻ പറ്റുന്നതിനകത്ത് ഈ സൗഹൃദവും കോമ്പിനേഷനും ഇപ്പൊ എനിക്ക് ദാമോരമാഷുമായിട്ട് ഒരു 20-25 പടമെങ്കിലും ഉണ്ടാവും. ഷെരീഫ് സാറുമായിട്ടും ഒരു അത്രയും തന്നെ പടം. ഷെരീഫ് സാറെ ഞാൻ 2-3 പടം അഭിനയിച്ചു. ശശി സാറിന് പടങ്ങളുണ്ട്, ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. ശശി 80-ന് ശേഷം പിന്നെ ഷെരീഫുമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് പത്മരാജൻ, ജോൺ പോള്, എം ടി വാസുദേവൻ സാർ. അല്ല, അത് അങ്ങനെ 4 പേരിലേക്ക് മാത്രമായിട്ട് പോയി. ദാമോദരമാഷുമായിട്ടുള്ളത് പൊളിറ്റിക്കൽ സിനിമ, അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാനായിട്ടായിരുന്നു. അതേ സമയത്ത് പത്മനാഭൻ സാറുമായിട്ട് വന്നിട്ടുള്ളതിനകത്തേക്കുള്ള പടങ്ങൾ നന്നായിട്ട് ചെയ്തിരുന്നു. ശശിയേട്ടനും ഭരതേട്ടനും ആയിരുന്നു പത്മനാഭന്റെ നല്ല സബ്ജക്റ്റിനെ പിരിച്ചെടുത്ത്. മിഥ്യ, അഭയം തേടി,
അനുബന്ധമൊക്കെ ആൾക്കൂട്ടത്തിൽ എനിക്ക് എം ടി സാറിന്റെ പടങ്ങളാണ്. അഭയം തേടിയാണ് ഇനി ഞാൻ ലാലേട്ടൻ വില്ലനായിട്ടുള്ള ഉയരങ്ങളിൽ എന്ന് പറയുന്ന പടം പോസിറ്റീവ് ക്യാരക്ടറായിട്ട് ആദ്യം എന്നെ കൊണ്ടുവന്നത് അതിനകത്ത് അഭയം തേടി. ആ സച്ചി പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്, പ്രൊഡക്ഷൻ ഇതായിട്ട് നിന്നില്ലേ, സച്ചി പ്രൊഡ്യൂസ് ചെയ്ത പടം.